അയത്തുള്ള അലി ഖമേനിക്ക് ഇറാന്റെ അകത്ത് തന്നെ ധാരാളം ശത്രുക്കൾ. ഖമേനി അവസാനിച്ചു കാണാൻ കാത്തിരിക്കുന്നവർ നിരവധി. ഇറാന്റെ പരമോന്നത നേതാവായി അറിയപ്പെടുന്ന അയത്തുള്ള അലി ഖമേനിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇറാൻ മുൻ രാജാവിന്റെ മകൻ. ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ പോരാട്ടമല്ല, ഖമേനിയുടെ പോരാട്ടം മാത്രമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇറാനിലെ നാട് കടത്തപ്പെട്ട കിരീടാവകാശി റൈസ പഹൽവിയുടെ വാക്കുകളാണിത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇറാൻ അകത്ത് തന്നെ ഖമനേയ്ക്ക് ശത്രുക്കൾ, ഇറാന്റെ ചുറ്റും ഖമനേയ്ക്ക് ശത്രുക്കൾ. ഖമനേയി ബങ്കറിൽ നിന്ന് ഇറങ്ങുമോ? റൈസ പഹൽവിയുടെ പൂർവീകരായിരുന്നു രാജഭരണകാലത്ത് ഇറാൻ ഭരിച്ചിരുന്നത്. പിന്നീട് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഖമേനി ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയപ്പെടാൻ തുടങ്ങിയത്. നിലവിൽ ഇസ്രയേലുമായി നടക്കുന്ന സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചതായും പഴയ ഇറാനെ തിരിച്ചുപിടിക്കേണ്ട സമയമായി എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ രാജാവിന്റെ മകനും കിരീടാവകാശിയുമായ റൈസ പഹൽവി. അമേരിക്ക 1983 സംഭവങ്ങൾ ആവർത്തിക്കാൻ പോവുകയാണ് എന്നും റൈസ പഹൽവി സൂചിപ്പിച്ചു. 1953 ബ്രിട്ടനുമായി സഹകരിച്ച അമേരിക്കയാണ് ജനാധിപത്യ രാജ്യമായിരുന്ന ഇറാനെ ഒരു രാജവാഴ്ചയാക്കി മാറ്റുകയും മുഹമ്മദ് റസ പഹൽവിയെ ഇറാന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. പിന്നീട് 1963 ഇറാനിൽ ഇസ്ലാമിക നേതാവ് അയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ വെളുത്ത വിപ്ലവം ആരംഭിച്ചു. രാജവാഴ്ചയിൽ നിന്ന് മോചനം നൽകുന്നതിനൊപ്പം ഇറാനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പ്രക്ഷോഭങ്ങളിലൂടെ തന്റെ ലക്ഷ്യം പൂർണ്ണമായും നേടിയെടുത്ത അയത്തുള്ള റുഹുള്ള ഖൊമേനി ഇറാന്റെ ആദ്യ പരമോന്നത നേതാവാകുകയും രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആക്കി മാറ്റുകയും ചെയ്തു. 40 വർഷങ്ങൾക്ക് മുൻപ് വൻ തെരുവ് പ്രതിഷേധങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് രാജ്യം വിട്ട് പലായനം ചെയ്ത ഇറാന്റെ അവസാന ഷാ മുഹമ്മദ് റസ പഹൽവി സ്വന്തം ജനതയാൽ ശപിക്കപ്പെട്ട രാജാക്കന്മാരുടെ രാജാവായിരുന്നു. 1979 ജനുവരി 16 മൂന്നാമത്തെ ഭാര്യ ഫറാദിബയുമൊത്തുള്ള നാടുകടത്തൽ അദ്ദേഹത്തിന്റെ 37 വർഷത്തെ ഭരണം മാത്രമല്ല 2500 വർഷത്തെ ഇറാനിലെ രാജവാഴ്ചയും അവസാനിപ്പിച്ചു. പകരം ഇന്ന് അധികാരത്തിൽ തുടരുന്ന ഒരു ഇസ്ലാമിക വ്യവസ്ഥിതിയാണ് നിലവിൽ വന്നത്. പഹൽവി വെറും 18 മാസങ്ങൾക്ക് ശേഷം 60 വയസ്സുള്ളപ്പോൾ ക്യാൻസർ ബാധിതനായി മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻ സഖ്യകക്ഷിയായ അമേരിക്ക അഭയം നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം തകർന്നും രാജ്യമില്ലാത്തവനുമായി മരിച്ചു. സ്വേച്ഛാധിപതിയും അഹങ്കാരിയും അതിരുകടന്നവനും എന്നാൽ ആധുനികവൽക്കരിക്കുന്നവനുമായ പ്ലേബോയ് രാജാവ്. സോവിയറ്റ് യൂണിയനെതിരെ മിഡിൽ ഈസ്റ്റിൽ കാവൽക്കാരനായി പ്രവർത്തിക്കാൻ അമേരിക്ക അദ്ദേഹത്തെ പരിശീലിപ്പിച്ചതിന്റെ ഭാഗമായി അമേരിക്കയുടെ പ്രിയങ്കരനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. എന്നാൽ ക്രമേണ അദ്ദേഹത്തിന്റെ പാശ്ചാത്യ രീതിയിലുള്ള ചായ്വുകളും പരിഷ്കാരങ്ങളും വർദ്ധിച്ചു വരുന്ന സ്വേച്ഛാധിപത്യ പെരുമാറ്റവും ആഡംബരപൂർണമായ ജീവിതശൈലിയും ഇറാനികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അകൽച്ചയ്ക്ക് കാരണമായതായിട്ടാണ് വിലയിരുത്തുന്നത്. പലായനം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യാഥാസ്ഥിതിക പുരോഹിതന്മാരെ അവർ ചൊടിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിക്കെതിരായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച ബ്രിട്ടന്റെയും സോവിയറ്റ് യൂണിയന്റെയും അധിനിവേശത്തെ തുടർന്ന് രാജിവെക്കാൻ നിർബന്ധിതനായ പിതാവ് റൈസ ഖാന്റെ പിൻഗാമിയായി 1941 സെപ്റ്റംബർ 16 പഹൽവി സിംഹാസനത്തിൽ കയറി. അന്ന് അദ്ദേഹത്തിന് വെറും 21 വയസ്സായിരുന്നു. 1919 ഒക്ടോബർ 26 ജനിച്ച സ്വിറ്റ്സർലൻഡിൽ വിദ്യാഭ്യാസം നേടിയ പഹൽവിയെ ആദ്യം കണ്ടത് തന്റെ സൈനിക ശക്തനായ പിതാവിന്റെ വിളറിയ പകർപ്പ് മാത്രമായിട്ടാണ്. എന്നാൽ വെറും 12 വർഷങ്ങൾക്ക് ശേഷം എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ച തന്റെ ജനപ്രിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദെഗിനെതിരെ CIA പിന്തുണയോടെ നടത്തിയ ഒരു അട്ടിമറിക്ക് ശേഷം പഹൽവി യഥാർത്ഥ അധികാരം ശേഖരിക്കാൻ തുടങ്ങി. 1967 നടന്ന ആഡംബരപൂർണമായ കിരീടധാരണ ചടങ്ങിൽ അദ്ദേഹം രാജാക്കന്മാരുടെ രാജാവ് എന്ന പരമ്പരാഗത പദവി സ്വീകരിച്ചു. 2 വർഷം മുൻപ് തന്നെ ആര്യന്മാരുടെ വെളിച്ചം എന്ന പ്രത്യേക നാമം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. 1971 പേർഷ്യൻ രാജവാഴ്ചയുടെ പുരാണപരമായ 2500 വാർഷികം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തിയ അഭൂതപൂർവമായ ആഡംബരത്തെ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പൗരോഹിത്യ എതിരാളികൾ നിന്ദിച്ചു. 1978 ഒരു ദിനപത്രം ഖൊമേനിയെ വിമർശിക്കുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിതരായി. ഇതിനെ തുടർന്നാണ് ഷായുടെ അധികാരം തകരാൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.